മാഡം ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ അഞ്ജിത, ചിലർക്കെങ്കിലും അറിയായിരിക്കും, ട്രിവാൻഡ്രത്താണ്. കുറേ നാളുകളായിട്ട് എന്നെ റുക്സിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും ഞാനും തമ്മിൽ ഒരുപാട് ഫോണിൽ കൂടെ സംസാരമൊക്കെ ഉണ്ട്. ഈ അടുത്ത ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഭിന്നശേഷിക്കാരിയാണ് റുക്സിയ എന്നും ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ റുക്സിയ തച്ചറയ്ക്കൽ. അപ്പോൾ റുക്സിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. വെറുതെ പറഞ്ഞു വിടുക മാത്രമല്ല, റുക്സിയ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് ചേച്ചി ഇവിടെ വരണം, വന്ന് അവർക്ക് ഈ ഊണ് പൊതിയുന്നതൊക്കെ കാണുകയും വേണം, റുക്സിയയുടെ കോൺട്രിബ്യൂഷൻ സാധനങ്ങളായിട്ട് ഇവിടെ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്ന കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിടത്തുനിന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരു പെൺകുട്ടിയാണ് റുക്സിയ. അപ്പോൾ റുക്സിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്, മെൻ്റലി റിട്ടാർഡഡ് കുട്ടികൾക്ക് വേണ്ടി, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി റുക്സിയ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് റുക്സിയ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ചേട്ടനെ ഞാൻ ആ കാര്യത്തിൽ സമ്മതിക്കുന്നു, ചേട്ടനെയും അതുപോലെ ചേച്ചിയെയും. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കൈകൾ എന്ന് വെച്ചാൽ ഒരു കൈ അല്ല, ദൈവത്തിൻ്റെ ഒരുപാട് കരങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഒരു ദിവസം 1000, 1200 പൊതികൾ പൊതിയുക, അതിൽ നിന്ന് പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ, അതാണ് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ പൊതിയുന്നവർക്ക് ആർക്കും അവരൊരുപാട് ശ്രമപ്പെടുന്നുണ്ട്, പക്ഷെ അവർക്കൊരു റിട്ടേൺസും ഇല്ല. റിട്ടേൺസ് എന്ന് പറയണത്, പ്രതിഫലം എന്ന് പറയണത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് മാത്രം കിട്ടുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യം. എന്നെ ഇവിടെ എത്തിച്ച റുക്സിയ തച്ചറയ്ക്കലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. റുക്സിയയുടെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും റുക്സിയയുടെ കൂടെയും ഈ സെഹിയോൻ പ്രേക്ഷിത സംഘത്തിൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാവണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.